രാജ്യത്തുടനീളം പണിമുടക്കി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ. സെർവർ തകരാറാണ് കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഒരാൾക്ക് പോലും സേവനം നൽകാനായില്ല. നിരവധി പേരാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് വലഞ്ഞത്. ഫൈസൽ നെടുമ്പാല മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരും. ഫൈസൽ, പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ദിവസേന നിരവധി ആളുകൾ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ ഈ സെർവർ തകരാർ എന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ ഈ ഉണ്ടായിരുന്ന അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് തന്നെ നിരവധി പേരെത്തി അവിടെ കാത്തുനിന്ന് മടുക്കുകയാണോ? ജിൽസി, തീർച്ചയായും നമ്മളിപ്പോൾ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിന് മുമ്പിലാണുള്ളത്. ഇവിടെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സർവർ തകരാർ അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുന്നറിയിപ്പ് തന്നെ ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. ഇനി പ്രത്യേക സ്ലോട്ടൊക്കെ എടുത്ത് കാത്തു നിൽക്കുന്ന ആളുകളാണ്. വലിയ പ്രതിഷേധമാണ് ഇവിടെ നിൽക്കുന്നത്. രാവിലെ മുതൽ വന്നോ? അവർ പറയുന്നത് സർവർ ഡൗൺ ആണെന്നാ പറയുന്നത്. വർക്കാവുന്നില്ല. ഇല്ലല്ല, വേറൊരു ദിവസത്തേക്ക് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് വേറെ ദിവസത്തേക്ക് മാറ്റുന്നതുമായി അവരിന്ന് മേലിന് ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നിരവധി ആളുകൾ ഇവിടെ കുഴഞ്ഞു വീഴുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന ഉൾപ്പെടെ സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. ഇപ്പോൾ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സെർവർ തകരാറ് നൂറുകണക്കിന് ആളുകളെയാണ് വലച്ചിരിക്കുന്നത്. ഇപ്പോഴും രാവിലെ മുതൽ തന്നെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഇപ്പോൾ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിന് മുമ്പിലുണ്ട്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിരൂക്ഷമായി തന്നെയാണ് മലപ്പുറത്തെയും ഇത് ബാധിച്ചിരിക്കുന്നത്.